ചരിത്രം എന്നത് പുസ്തകങ്ങളിൽ എഴുതിയ താളുകൾ മാത്രമല്ല, ചിലപ്പോൾ അത് ഉറച്ചുപോയ പാറക്കൂട്ടങ്ങൾക്കിടയിലെ നിഗൂഢമായ വരകളായിരിക്കും. കേരളത്തിന്റെ ചരിത്രം മണ്ണിൽ എഴുതപ്പെട്ടതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് വയനാട്ടിലെ അമ്പുകുത്തി മലനിരകളിൽ ആരോ ചില അടയാളങ്ങൾ ബാക്കിവെച്ചു. ആധുനിക മനുഷ്യന് ഇന്നും പൂർണ്ണമായി വായിച്ചെടുക്കാൻ കഴിയാത്ത ആ രഹസ്യങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. മറക്കപ്പെട്ട പാരമ്പര്യത്തിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ എടക്കൽ ഒരു ഗുഹയല്ല. ഭൂഗർഭ ശാസ്ത്രപരമായി ഇതൊരു റോക്ക് ഷെൽട്ടറാണ്. ഒരു വലിയ പാറയുടെ വിള്ളലിലേക്ക് മുകളിൽ നിന്ന് മറ്റൊരു കൂറ്റൻ പാറ വന്ന് വീണ് കുടുങ്ങിക്കിടക്കുന്നു. എടക്കൽ എന്ന പേരിന്റെ അർത്ഥം തന്നെ ഇടയിൽ ഉള്ള കല്ല് എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിലാണ് ഈ അത്ഭുതം സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് വർഷം ആദിവാസി ഗോത്രങ്ങൾക്കും കാട്ടുമൃഗങ്ങൾക്കും മാത്രം അറിയാമായിരുന്ന ഈ ഇടം 1890കളിലാണ് പുറം ലോകം അറിയുന്നത്. അന്നത്തെ മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസറ്റ് ആണ് ഇതിന് പിന്നിൽ. ഒരു നായാട്ടിനിടയിൽ യാദൃശികമായാണ് അദ്ദേഹം ഈ ഗുഹ കണ്ടെത്തുന്നത്. തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ആ പാറകളിൽ കൊത്തിവെച്ചിരുന്ന ചിത്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ശിലാലിഖിതങ്ങൾ അഥവാ പെട്രോഗ്ലിഫുകളാണ്. അവ കേവലം വരകളല്ല, മറിച്ച് അന്നത്തെ മനുഷ്യരുടെ ജീവിത രീതിയുടെ അടയാളങ്ങളാണ്. എടക്കല്ലിലെ ചിത്രങ്ങൾ ഒരേ കാലഘട്ടത്തിലേതല്ല. നവീന ശിലായുഗം മുതൽ മെഗാലിത്തിക് കാലഘട്ടം വരെ നീളുന്ന 3 വ്യത്യസ്ത ഘട്ടങ്ങളിലായി ഇവ നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. ഏറ്റവും പഴയ ചിത്രങ്ങൾക്ക് 6000 വർഷത്തിലധികം പഴക്കമുണ്ട്. മനുഷ്യരൂപങ്ങൾ, മൃഗങ്ങൾ, അന്നത്തെ ആയുധങ്ങൾ, ചക്രങ്ങൾ, ജാമിതീയ രൂപങ്ങൾ എന്നിവ ഇവിടെ കാണാം. തലയിൽ വലിയ കിരീടം വെച്ച മനുഷ്യരൂപങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. ഇവർ ഗോത്ര തലവന്മാരോ അതോ അക്കാലത്തെ ദൈവങ്ങളോ ആയിരുന്നേക്കാം. ഇതൊരു വിസ്മയിപ്പിക്കുന്ന വസ്തുതയാണ്. പ്രശസ്ത ചരിത്രകാരനായിരുന്ന ഐരാവതം മഹാദേവൻ എടക്കലിലെ ചിഹ്നങ്ങളെ സിന്ധു നദീതട സംസ്കാരത്തിലെ മുദ്രകളുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്. കൈകളിൽ പാത്രങ്ങളേന്തിയ മനുഷ്യരൂപം ഹാരപ്പൻ ശൈലിയോട് സാമ്യമുള്ളതാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ദക്ഷിണേന്ത്യയും വടക്കേ ഇന്ത്യയും തമ്മിൽ അക്കാലത്ത് നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരേ സംസ്കാരത്തിന്റെ വ്യാപനത്തിലേക്കോ ഇത് വിരൽ ചൂണ്ടുന്നു. ചിത്രങ്ങൾ മാത്രമല്ല, പിൽക്കാലത്ത് വന്ന ബ്രാഹ്മി ലിപികളും വട്ടെഴുത്തുകളും ഇവിടെ കാണാം. ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള സൂചനകളും ഇതിലുണ്ട്. പാൽപുലി, ലന്തകന്ദൻ, ചരൽ തുടങ്ങിയ ലിഖിതങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അതായത് ശിലായുഗം കഴിഞ്ഞിട്ടും നൂറ്റാണ്ടുകളോളം ഇതൊരു പ്രധാന ഇടമായി തുടർന്നു എന്ന് സാരം. ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ആരായിരുന്നു ഈ കലാകാരന്മാർ? എന്തുകൊണ്ടായിരിക്കാം അവർ മലമുകളിലെ ഈ ഒറ്റപ്പെട്ട ഇടം തിരഞ്ഞെടുത്തത്? ഇതൊരു ആരാധനാ കേന്ദ്രമായിരുന്നോ അതോ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചിരിക്കാനുള്ള ഇടമായിരുന്നോ? അവർ വരച്ചുവെച്ച ചിത്രങ്ങളുടെ പൂർണ്ണ രൂപം ഇന്നും നമുക്ക് അജ്ഞാതമാണ്. കേരളത്തിന്റെ പ്രവാഹത്തിൽ ആ ഗോത്രവും അവരുടെ കഥകളും എവിടെയോ മറഞ്ഞുപോയി. ഇന്ന് എടക്കൽ വലിയൊരു വെല്ലുവിളി നേരിടുന്നു. പാറകൾക്കിടയിൽ ഉണ്ടാകുന്ന വിള്ളലുകളും അനിയന്ത്രിതമായ ഖനനവും കാലാവസ്ഥാ വ്യതിയാനവും ഈ വിശ്വപ്രസിദ്ധമായ സ്മാരകത്തെ തകർക്കുമോ എന്ന ഭീതിയിലാണ് ചരിത്രകാരന്മാർ. യുനെസ്കോ പൈതൃക പദവിയിലേക്ക് എടക്കലിനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സംരക്ഷണം ഇനിയും ഊർജിതമാക്കേണ്ടതുണ്ട്. എടക്കൽ വെറുമൊരു പാറയല്ല, അത് നമ്മുടെ വേരുകളാണ്. നാം ആരെന്നറിയിക്കാനുള്ള വഴിവിളക്കുകളാണ്. വരും തലമുറയ്ക്കായി ഈ ചരിത്ര സ്മാരകം കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കേരളത്തിലെ മറ്റൊരു മറക്കപ്പെട്ട പാരമ്പര്യവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.